നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. അകാല വാർദ്ധക്യം, അകാരണ ക്ഷീണം, പ്രമേഹം എന്നിവ ചെറുപ്പക്കാരിൽ കൂടി വരികയാണ്. ഇത്തരം പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. കോഴിക്കോട് ടൈഗ്രീസ് വാലി ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടന്റ് യുനാനി മെഡിസിൻ ഡോക്ടർ OKM അബ്ദുറഹ്മാനാണ് നമ്മുടെ അതിഥി. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. ഡോക്ടർ, ഈ പലരും എപ്പോഴും ക്ഷീണമാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷേ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ അസുഖങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാകാനും സാധ്യതയില്ല. അപ്പോൾ ഇതൊരു സാധാരണമായിട്ട് വരുന്നൊരു ക്ഷീണമാണോ? എന്താണ് ഇതിന് കാരണം? ഇത് ഇന്ന് സാധാരണക്കാർക്കിടയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു സംഭവമാണ്. ടെസ്റ്റുകളെല്ലാം നോർമലായിട്ടും ആളൊരിക്കലും നോർമൽ അല്ല. ഭയങ്കര ക്ഷീണമാണ്, തളർച്ചയാണ്, ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റാമിന ഇല്ല, എനർജി ഇല്ല എന്നൊക്കെയാണ് ആളുകൾ പറയുക. എപ്പോഴും ക്ഷീണം. പണ്ട് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് അങ്ങനെ പറ്റുന്നില്ല. ഇതൊക്കെ ഒരു മെറ്റബോളിക് ഓവർലോഡ് എന്ന രീതിയിലാണ് നമ്മൾ വെൽനസ് ഹോളിസ്റ്റിക് രീതിയിൽ കാണുന്നത്. ഇത് പല രോഗങ്ങളുടെയും മുമ്പ് വരുന്ന ചില സൂചനകളായിട്ട് നമുക്ക് കാണാം. നമുക്കത് പരിഹരിക്കാൻ പറ്റും. ലൈഫ് സ്റ്റൈൽ റീസെറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ പറയാറുള്ള എക്സസൈസ് ചെയ്യുക, ഭക്ഷണം ചുരുക്കുക, അത്തരം കാര്യങ്ങൾ മാത്രമല്ല ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് കുറച്ചും കൂടെ വിശാലമായിട്ടാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സ്ക്രീൻ യൂസ് ചെയ്യുന്നത് കൊണ്ടും അതുപോലെ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ ഇന്ന് ലൈഫ്. അതുമായി ബന്ധപ്പെട്ടൊക്കെ സ്ട്രെസ് ആണെങ്കിലും അതിന് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവിൽ നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. അപ്പൊ ഇത് ക്ലിയർ ചെയ്ത് ആളുകൾക്ക് ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാൻ നമുക്ക് പറ്റും തീർച്ചയായിട്ടും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ ജീവിതശൈലി രോഗങ്ങൾ അത് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് യുവാക്കളിലൊക്കെ കുറേ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. അതെന്താണ് അതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം? മെറ്റബോളിക് ഓവർലോഡ് നമുക്ക് അതിന് പറയാം. ഒരാൾ ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണത്തെ ശരീരം ദഹിപ്പിക്കുന്നു, അതിനെ അബ്സോർബ് ചെയ്യുന്നു, അതിന്റെ ന്യൂട്രിയൻസിനെ ഉപയോഗപ്പെടുത്തുന്നു, അതെല്ലാം ശരീരത്തിന്റെ ഭാഗമായി മാറുന്നു, അതിൽ നിന്ന് മസിൽ ഉണ്ടാവുന്നു, രക്തം ഉണ്ടാവുന്നു, ശരീരത്തിൽ പല വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, നമ്മുടെ ശരീരത്തിന് ഫങ്ഷൻ ചെയ്യാൻ ആവശ്യമുള്ള എനർജി ഉണ്ടാക്കുന്നു, വേസ്റ്റായി വരുന്ന പല വസ്തുക്കളെയും ശരീരം പുറന്തള്ളുന്നു. ഇതെല്ലാം കൂടെ മൊത്തത്തിൽ നമുക്കതിനെ മെറ്റബോളിസം എന്ന് തൽക്കാലം പറയാം. അപ്പൊ ഈ ഒരു പ്രോസസ് ഇത് കറക്റ്റായിട്ട് നടന്ന് ഇതിലൂടെ നമ്മുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ നമുക്കത് വളരെ കറക്റ്റായിട്ട് നടന്നു പോകേണ്ടതുണ്ട്. ഹെൽത്തി ആയിട്ട് ജീവിക്കണമെങ്കിൽ ഇത് നടന്നു പോകേണ്ടതുണ്ട്. അപ്പൊ പലപ്പോഴും ഇതൊരു ഓവർലോഡായി മാറുകയാണ്. മെറ്റബോളിക് ഓവർലോഡ് നമുക്ക് പറയാം. ശരീരം ലോഡാവണം, ഓവർലോഡ് ആവണം. ഇതൊന്നും വലിയ രോഗങ്ങളല്ല ഈ സമയത്ത്. പക്ഷെ നമുക്ക് ഇത് മൈൻഡ് ചെയ്യാതിരുന്നാൽ, നമ്മൾ മാനേജ് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഇതൊരു വലിയ രോഗത്തിലേക്കൊക്കെ മാറാം, പ്രമേഹമായി മാറാം. അതാണ് ഇപ്പം പറഞ്ഞ പ്രമേഹം കൂടി വരുന്നു, കൊളസ്ട്രോൾ കൂടി വരുന്നു, ഹാർട്ട് അറ്റാക്ക് കൂടി വരുന്നു, ചെറുപ്പക്കാരിൽ പോലും സ്ട്രോക്ക് വരുന്നു, പല തരം ക്യാൻസറുകൾ വരുന്നു. അതേപോലെ നമ്മളിപ്പോ ഈ പറഞ്ഞ അകാരണമായ ക്ഷീണം, ചെറിയ പ്രായത്തിൽ തന്നെ വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ വരുന്നു, തൊലിയിൽ ചുളിവുകൾ വരുന്നു, അങ്ങനെ ഒരുപാട്. ഇതെല്ലാം വരുന്നത് ഈ മെറ്റബോളിക് ഓവർലോഡിൽ നിന്നാണ്. ഇത് പരിഹരിക്കാൻ നമ്മളെ ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങൾ എന്താണെന്ന് പേഴ്സണലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം മാനേജ് ചെയ്യാൻ. അതൊരു കൊളസ്ട്രോളിനുള്ള ഒരു ജനറലൈസ്ഡ് ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ പൊണ്ണത്തടി കുറക്കാനുള്ള ജനറലൈസ്ഡ് അഡ്വൈസുകളോ മാത്രം കൊണ്ട് നമുക്കത് മാനേജ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ കാലോചിതമായ രീതിയിൽ ഈ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ ചികിത്സിക്കുന്നതിൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം വരേണ്ടതുണ്ട്. നമുക്കറിയാം, പഴയ കാലം കളിമണ്ണ് കൊണ്ടും പുല്ലുകൊണ്ടും വൈക്കോല് കൊണ്ടും ഒക്കെ വീടുണ്ടാക്കിയിരുന്ന ആ കാലത്ത് നിന്ന് നമ്മൾ ഒരുപാട് മാറി. മണ്ണെണ്ണ വിളക്കും ചൂട്ടും ഒക്കെ നമ്മൾ മാറി. അപ്പൊ ഇന്ന് ഏറ്റവും ആധുനികമായ ഡിജിറ്റൽ യുഗത്തിൽ, AI യുഗത്തിൽ, റോബോട്ടിക് യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണം ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മുടെ സ്ട്രെസ്സുകളൊക്കെ നേരത്തുള്ള സ്ട്രെസ് അല്ല, പുതിയ പുതിയ പ്രശ്നങ്ങളാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ മാറ്റത്തെ മനസ്സിലാക്കി ഓരോരുത്തരുടെയും വ്യക്തിപരമായ മെറ്റബോളിസം റിലേറ്റഡ് പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് റീസെറ്റ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ അകാല വാർദ്ധക്യത്തെയും അകാരണമായ ക്ഷീണത്തെയും പെരുകി വരുന്ന പ്രമേഹത്തെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു പ്രമേഹമുക്ത ജീവിതം അല്ലെങ്കിൽ ഇത്തരം മെറ്റബോളിക് രോഗങ്ങൾ പെരുകുന്നതിൽ നിന്നും സമൂഹത്തെ തടയാനൊക്കെ നമുക്ക് സാധിക്കും തീർച്ചയായും. ഈ ഡയറ്റിങ് അത് ഇപ്പോഴത്തെ ആളുകൾക്ക് ഒരു പ്രധാനമായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഡയറ്റിംഗ് പരീക്ഷണം. പക്ഷേ അത് ചെയ്യുമ്പോഴും ഈ ശരീരഭാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനുള്ളൊരു കാരണം എന്താണ്? ഡയറ്റിങ് പല ആളുകളും ചെയ്യുന്ന റോങ് ഡയറ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങൾ വെവ്വേറെയാണ്. ചിലർ അമിതമായി മധുരം കഴിച്ച് അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നതാണ്. മധുരം മീൻസ് പഞ്ചസാര അടങ്ങിയ അല്ലെങ്കിൽ ഹൈ ഗ്ലൈസീമിക് വസ്തുക്കൾ അടങ്ങിയ വസ്തുക്കൾ ഒരുപാട് കഴിച്ച് അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ചില ആളുകൾ
കൂടുതൽ കലോറി കഴിക്കുന്നതാണ് അവരുടെ പ്രശ്നം. ഒരുപാട് ഭക്ഷണം കൂടുതൽ കലോറി കഴിക്കുന്നതാണ്. ചില ആളുകളുടെ പ്രശ്നം വേറെ ആയിരിക്കും. ചിലരുടെ പ്രശ്നം ന്യൂട്രീഷ്യസ് അല്ലാത്ത ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോ ഈവൻ പൊണ്ണത്തടി പോലും നമ്മൾ ബെല്ലി ഫാറ്റ് എന്ന് പറയാറുണ്ടല്ലോ, കുടവയറ് വരുന്നു അല്ലെങ്കിൽ അരവണ്ണം കൂടുന്നു, ഇത് മാരകമായ രോഗങ്ങളിലേക്ക് പിന്നെ എത്തുന്നു. അപ്പൊ ഇത് പലരിലും തുടങ്ങുന്നത് ചിലപ്പോൾ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയിലൂടെയാണ്. പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുന്നതിന് പകരം വെറും അരി ഭക്ഷണം മാത്രം കഴിക്കുന്നു, വെറും വെള്ളവും കളറും മണവും രുചിയും മാത്രം ചേർത്ത കുപ്പിയിൽ വരുന്ന പലതും കഴിക്കുന്നു, അല്ലെങ്കിൽ ഈ റിഫൈൻഡ് ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്നു. അപ്പൊ പോഷകങ്ങൾ ശരീരത്തിന് ആവശ്യമുള്ള പലതും കിട്ടാതെ വരുമ്പോൾ ശരീരത്തിന്റെ മെറ്റബോളിസം ചേഞ്ച് ആവുകയും നമ്മൾ കഴിക്കുന്നതെല്ലാം സ്റ്റോറായി മാറി കൺവേർട്ട് ഫാറ്റ് കൂടി വന്ന് നമ്മുടെ അരവണ്ണം കൂടുന്നു, കുടവയറ് വരുന്നു, ഇങ്ങനെ മാറിപ്പോവാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ് പ്രശ്നം. ഡയറ്റിങ് പലപ്പോഴും റോങ് ആയി പോകുന്നുണ്ട്. ചില ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ്, പച്ചക്കറി ഒരുപാട് കഴിക്കണം എന്ന് മനസ്സിലാക്കി പച്ചക്കറികൾ മാത്രം കഴിച്ചാൽ രോഗിയായി പോകും. പച്ചക്കറിയിൽ നിന്ന് ആവശ്യമുള്ളതെല്ലാം ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിനില്ല, പശുവിന്റെ കുതിരയുടെ ഒക്കെ പോലെ. അപ്പൊ നമുക്ക് പച്ചക്കറികൾ മാത്രം മതിയാവില്ല. അപ്പൊ പച്ചക്കറി കഴിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കുക പച്ചക്കറി മാത്രം കഴിച്ചാൽ മതി എന്നായിരിക്കും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ OP തിരക്കൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു കഫേയിൽ കയറി സലാഡ് ഓർഡർ ചെയ്യുന്നു. ആ സലാഡിൽ പ്രോൺസ് ഉണ്ടാവും, പനീർ ഉണ്ടാവും, നട്ട്സ് ഉണ്ടാവും, സീ ഫുഡ് മറ്റതൊക്കെ ഉണ്ടാവും, അതിൽ കടലവർഗ്ഗങ്ങൾ ഉണ്ടാവും, അതില് സമീകൃതമായ പ്രോട്ടീനും ഫാറ്റും ഹെൽത്തി ഫാറ്റും മിനറൽസും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അടങ്ങിയ നല്ല സമീകൃതമായ നല്ലൊരു ഫുഡ് കിട്ടുമ്പോൾ അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്യും, ഇത് നല്ലൊരു ഫുഡാണല്ലോ, ഇത് കഴിച്ചാൽ വിശപ്പ് മാറും, വണ്ണം കുറയും, തടി കുറയും, പ്രമേഹത്തിന് പറ്റും, ഹൃദ്രോഗം തടയാൻ പറ്റും, സ്ട്രോക്ക് തടയാൻ പറ്റും, യൗവനം നിലനിർത്താൻ പറ്റും എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാവും. പക്ഷെ ഇദ്ദേഹം ഇതിന് പേരിടുന്നത് സലാഡ് എന്നായിരിക്കും. വേറൊരു രോഗിയുടെ അടുത്ത് ഇതുപോലെ മെറ്റബോളിക് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാൾ വരുമ്പോൾ ഡോക്ടർ പറയും, ഇനി നിങ്ങൾ ഒരു നേരം സലാഡ് കഴിച്ചാൽ മതി. അദ്ദേഹത്തിന് മിക്കവാറും കിട്ടുന്ന ഡോക്ടർ കഴിച്ച സലാഡ് ആയിരിക്കില്ല. ഒരു ഉള്ളിയുടെ കഷ്ണം, ഒരു തക്കാളിയുടെ കഷ്ണം, ഒരു ക്യാപ്സിക്കത്തിന്റെ കഷ്ണം, അല്ലെങ്കിൽ ഒരു മുളക്, ഒരു ചെറുനാരങ്ങയുടെ പീസ്, ഇത്രേ ഉണ്ടാവുള്ളൂ. ഡോക്ടർ കഴിച്ചത് വളരെ സമീകൃതമായ വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു ഫുഡാണ് ഡോക്ടർ കഴിച്ചത്. ഈ ഡോക്ടർ പറയുന്ന ഇത് കേട്ട് ആ രോഗി വേറൊരാളോട് പറഞ്ഞ് അയാൾക്ക് കിട്ടുന്ന ഫുഡ് തീരെ ന്യൂട്രീഷ്യസ് അല്ലാത്ത, ഒരു പോഷകാംശവും ഇല്ലാത്ത വളരെ മിനിമലായ ഫുഡാണ്. ഇതുകൊണ്ട് വിശപ്പ് മാറില്ല, ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ കിട്ടില്ല, എനർജിക്ക് ആവശ്യമുള്ളത് കിട്ടൂല. സ്വാഭാവികമായും ശരീരത്തിന്റെ മെറ്റബോളിസം താറുമാറാവുകയും പിന്നീട് ഈ പറഞ്ഞ പോലെ ഇതുപോലെയുള്ള കുറെ മെറ്റബോളിക് റിലേറ്റഡ് ആയ രോഗങ്ങളിലേക്ക് അത് മാറുകയും ചെയ്യും. ഈ കാരണം കൊണ്ട് തന്നെ ക്യാൻസർ വരെ വരാം, പൊണ്ണത്തടി വരാം. സമീകൃതമായ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുന്നത് കൊണ്ട് കൂടിയാണ്, അല്ലാതെ ഭക്ഷണം കഴിക്കുന്നത് കൂടുന്നത് കൊണ്ടോ അളവ് കൂടുന്നത് കൊണ്ടോ മധുരം കൂടുന്നത് കൊണ്ടോ മാത്രമല്ല. ഡയറ്റുകൾ ഫെയിലർ ആവാൻ കാരണം എല്ലാ ഡയറ്റിങ്ങുകളും, പ്രത്യേകിച്ച് എക്സ്ട്രീം ലെവൽ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിർബന്ധമായും അത് ഒരു അണ്ടർ സൂപ്പർവിഷൻ ആയിരിക്കണം. ഇതിനെക്കുറിച്ച് അറിയുന്ന, ഈ രോഗിയെക്കുറിച്ച് അറിയുന്ന, ഈ രോഗാവസ്ഥയെക്കുറിച്ച് അറിയുന്ന, ഈ ഭക്ഷണത്തെക്കുറിച്ച് അറിയുന്ന ഒരാളുടെ, ട്രെയിൻഡ് ആയ ഒരാളുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ ഡയറ്റിംഗ് കൊണ്ട് തന്നെ നമുക്ക് ലിവർ നഷ്ടപ്പെടാം, കിഡ്നി നഷ്ടപ്പെടാം, മാരക രോഗങ്ങൾ വരാം, ജീവൻ പോവാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെ ഒരുപാട് നമ്മുടെ ശ്രദ്ധകളിൽ പെട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മുന്നറിയിപ്പാണല്ലോ. കാരണം നമ്മൾ ശരിയായ രീതിയിലുള്ള ഭക്ഷണമല്ല, അല്ലെങ്കിൽ ശരിയായ ജീവിതശൈലി അല്ല എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു മുന്നറിയിപ്പാണല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ക്ഷീണമൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചു നേരമൊക്കെ കിടക്കും, അതല്ലെങ്കിൽ കുറച്ചു നേരമൊക്കെ ഇരിക്കും, അതങ്ങ് മാറുമെന്ന് കരുതിയൊക്കെ ഇരിക്കും. പക്ഷേ ഏതൊക്കെ മുന്നറിയിപ്പാണ് അത് നമ്മൾ അവഗണിക്കാൻ പാടില്ലാത്തത്? ആദ്യം തന്നെ കാണുന്ന ഏതൊക്കെ മുന്നറിയിപ്പുകളെയാണ് നമ്മൾ അവഗണിക്കാൻ പാടില്ലാത്തത്? ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഒന്ന് ക്ഷീണം തന്നെയാണ്. പ്രത്യേകിച്ച് കാരണമില്ലാതെ ക്ഷീണം വരുന്നു. ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം തൂങ്ങാണ്, ക്ലാസ് കേൾക്കാൻ പറ്റുന്നില്ല, ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മീറ്റിംഗ് നടത്താൻ പറ്റുന്നില്ല, ഒരാൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് ഒരു ലക്ഷണമാണ്. ചില ആളുകൾ ചില ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉന്മേഷം കൂടും, കുറച്ചും കൂടെ നമുക്ക് ജോലി ചെയ്യാൻ കഴിയും. അതിനു പകരം ചെയ്തു വന്നിരുന്ന ജോലി തന്നെ തുടരാൻ പറ്റാതാവുന്നു, നമ്മൾ ക്ഷീണിക്കുന്നു, ഫാറ്റീഗ് ആവുന്നു. ഇതൊരു ലക്ഷണമാണ്. ഇത് നമ്മൾ കണ്ടെത്തി പരിഹരിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അപ്പൊ ഇത്തരം ഒന്ന് ക്ഷീണമാണ്. അതുപോലെ നല്ല ഉറക്ക് കിട്ടാതിരിക്കുക, ഉറക്കം തൂങ്ങൽ വരിക, എനർജി കുറയുന്നു, സ്റ്റാമിന കുറയുന്നു എന്ന തോന്നൽ വരിക, അതുപോലെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എന്ന തോന്നൽ വരിക, മൂത്രം കൂടെ കൂടെ പോകലോ മൂത്രം കുറയലോ അങ്ങനെ സംഭവിക്കുക, ഭക്ഷണത്തോടുള്ള ആർത്തി വരിക, ക്രേവിങ്സ് വരിക,
ഇതെല്ലാം ഓരോ ലക്ഷണങ്ങളാണ്. അതുപോലെ വയറിന് ചുറ്റും അല്ലെങ്കിൽ അരക്ക് ചുറ്റും വണ്ണം കൂടി വരിക, അല്ലെങ്കിൽ വെയിറ്റ് കൂടി വരിക. ഡയറ്റ് ചെയ്തിട്ടും എക്സസൈസ് ചെയ്തിട്ടും എന്റെ വെയിറ്റ് കുറയുന്നില്ല എന്ന് പറയുന്നവർ നിരവധിയാണ്. ഇതെല്ലാം മെറ്റബോളിസം താളം തെറ്റുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ചില ആൾക്കാർ പറയും എന്റെ കൂടെ ഉള്ള ആള് നന്നായിട്ട് ഫുഡ് കഴിക്കും, ഞാനൊരു ചെറിയ ചപ്പാത്തിയുടെ കഷ്ണം അതും കറിയൊന്നും കൂട്ടാതൊക്കെ കഴിക്കാറുള്ളൂ, എന്നിട്ട് ഞാൻ വെയിറ്റ് കൂടണമെന്ന് പറയും, മറ്റേ ആൾ കൂടുന്നില്ല. ഇതെല്ലാം ഈ മെറ്റബോളിസം താളം തെറ്റുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ഇത്തരം ലക്ഷണങ്ങളെ നമ്മൾ ഗൗരവത്തിലെടുത്തുകൊണ്ട് പരിഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ രോഗങ്ങളെ തടയാൻ പറ്റും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ജീവിതശൈലി മാറ്റങ്ങൾ അത് തന്നെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ഒരു മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ ആരോഗ്യ പ്രശ്നങ്ങളും മാറില്ലേ? തീർച്ചയായിട്ടും. ജീവിതശൈലി മാറ്റം എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് ഞാൻ ഭക്ഷണം ചുരുക്കണം, ഞാൻ എക്സസൈസ് ചെയ്യാൻ തുടങ്ങണം, ഞാൻ വെള്ളം കുടിക്കണം, നേരത്തെ ഉറങ്ങണം, ഇത് മാത്രമാണ്. ഇതായിരിക്കില്ല. ഇത് പേഴ്സണലൈസ്ഡ് ആണ്. ഒരാളുടെ പ്രശ്നമായിരിക്കില്ല വേറെ ആളുടെ പ്രശ്നം. ഒരാൾക്ക് ഉറക്കക്കുറവ് കൊണ്ട് രോഗം വന്നു, ഒരു പക്ഷെ അയാൾ ഉറങ്ങുന്നതിനേക്കാളും കുറച്ച് മതിയോ നമുക്ക് ഉറക്കം. നമ്മൾ ആവശ്യത്തിന് ഉറങ്ങുന്നുണ്ടാവും, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഉറക്കം നമുക്ക് കിട്ടുന്നുണ്ട്. എത്ര മണിക്കൂറാണ് ഉറക്കം എന്നുള്ളതല്ല പ്രധാനം. എന്റെ ആവശ്യത്തിനുള്ള ഡെപ്തിലും ദൈർഘ്യത്തിലുള്ള ഉറക്കം എനിക്ക് കിട്ടുന്നുണ്ടോ എങ്കിൽ എനിക്കത് മതി. അപ്പൊ ഞാൻ പിന്നെ കൂടുതൽ ഉറങ്ങേണ്ട ആവശ്യമില്ല. കൂടുതൽ ഉറങ്ങുന്നത് എനിക്ക് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ചെയ്യാം. അപ്പൊ എന്റെ പ്രശ്നം എന്താണോ അതാണ് ഞാൻ പരിഹരിക്കേണ്ടത്. ജീവിതശൈലി കറക്റ്റ് ചെയ്യൽ തന്നെയാണ് പരിഹാരം. പക്ഷെ അത് പേഴ്സണലൈസ്ഡ് ആണ്. ഒരാളുടെ പ്രശ്നമായിരിക്കില്ല മറ്റൊരാളുടെ പ്രശ്നം. എന്റെ പ്രശ്നം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അത് മാത്രം പരിഹരിച്ചാൽ മതി. മറ്റൊരാളോട് ഡോക്ടർ മധുരം കുറക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ഞാനത് കുറക്കേണ്ടതില്ല. മറ്റൊരാളോട് ഡോക്ടർ കൂടുതൽ പ്രോട്ടീൻ കഴിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ഞാനത് കഴിക്കേണ്ടതില്ല. മറ്റൊരാളോട് കോഴിമുട്ടയുടെ മഞ്ഞ കഴിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഒഴിവാക്കേണ്ടതില്ല. ഒരുപക്ഷെ എനിക്ക് കൂടുതൽ മഞ്ഞ കഴിക്കേണ്ടിയായിരിക്കും വരിക. അപ്പൊ ഇത് ആണ് നമ്മൾ വരുത്തേണ്ട ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു രോഗിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എന്താണോ പ്രോബ്ലം അത് ഡയഗ്നോസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാണ് വേണ്ടത്. അതാണ് ഇത്തരം രോഗങ്ങളുടെ പരിഹാരം. നമുക്കറിയാം WHO സർവേ കണക്കുകളൊക്കെ അനുസരിച്ച് ഈ കഴിഞ്ഞ 10-20 വർഷം കൊണ്ട് കോവിഡ് കഴിഞ്ഞു നിൽക്കുന്ന, കോവിഡ് ലോകത്ത് മുഴുവൻ താണ്ഡവമാടി ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിലാണെങ്കിൽ പോലും 70% മരണങ്ങളും നേരിട്ടോ അല്ലാതെയോ ഈ NCD-കളാണ്, മെറ്റബോളിക് റിലേറ്റഡ് രോഗങ്ങളാണ്. പൊണ്ണത്തടി വന്നിട്ട്, പ്രമേഹം വന്നിട്ട്, കൊളസ്ട്രോൾ വന്നിട്ട്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ക്യാൻസറുകൾ, ഇതൊക്കെയാണ്. പിന്നെ COPD, ശ്വാസമുട്ടൽ പോലെയുള്ള രോഗങ്ങൾ, ഇതെല്ലാം വരുന്നത് ഇതൊന്നും മിക്കവാറും ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഇത് പലതും എന്തല്ല. ഇപ്പൊ നമുക്ക് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ന്യൂമോണിയ വന്നിട്ടുള്ള മരണങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പലതും ആസ്തമ റിലേറ്റഡ് ആയതൊക്കെ ഇതെല്ലാം നമുക്ക് ഈ മെറ്റബോളിക് റിലേറ്റഡ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 70% മരണങ്ങളും എന്ന് കൃത്യമായി നമുക്ക് ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. സംശയം ചോദിക്കട്ടെ, അതായത് ഇങ്ങനത്തെ ഈ ജീവിതശൈലി രോഗങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ പോലും ഇതൊക്കെ ഒരു കൃത്യമായൊരു റുട്ടീൻ ചെക്കപ്പിലൂടെയൊക്കെ ഇത് നമുക്ക് ഒരു പരിധിവരെ മാറ്റാൻ കഴിയില്ല, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നതെന്നെങ്കിലും നമുക്ക് ഈ റുട്ടീൻ ചെക്കപ്പിലൂടെ അറിയാൻ കഴിയില്ല. അങ്ങനെ എത്ര കാലത്തിനിടയിലാണ് നമ്മൾ അങ്ങനെ ഒരു ചെക്കപ്പ് ചെയ്യേണ്ടത്? ഇപ്പോൾ പ്രത്യേകിച്ച് വയ്യായികയോ ക്ഷീണോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ നടത്തുന്നതും നല്ലത് തന്നെയല്ലേ? ഇപ്പൊ സാധാരണ എന്തെങ്കിലും റിസ്ക് ഫാക്ടറുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ നല്ല സ്ട്രെസ്ഫുൾ ആയ ജോലിയാണ് ചെയ്യുന്നത് വിചാരിക്കുക, അത് ഒരു റിസ്ക് ഫാക്ടർ ആണല്ലോ. അല്ലെങ്കിൽ റിപ്പോർട്ടും ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അമിതവണ്ണമുള്ള ആളാണ്, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ട് ഡയബറ്റീസിന്റെ, അല്ലെങ്കിൽ ഇത്തരം ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ ഫാമിലിയിൽ വന്നിട്ടുണ്ട്, ഇങ്ങനെ പാരമ്പര്യമായ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ നമുക്ക് പൊണ്ണത്തടി ഉള്ളവരോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ് ഉള്ളവരോ ഒക്കെ ആയ ആളുകളാണെങ്കിൽ അത് ഇപ്പം റെക്കമെൻഡ് ചെയ്യുന്ന 6 മാസത്തിലൊരിക്കൽ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ വർഷത്തിലെങ്കിലും ചെക്ക് ചെയ്യണമെന്നാണ്. 40 വയസ്സ് കഴിഞ്ഞാൽ വേറെ ഒരു റിസ്ക്കും ഇല്ലെങ്കിൽ പോലും ഇന്നത്തെ നമ്മുടെ ജീവിത നിലവാരം വെച്ചാണ് പറയുന്നത്. ഇപ്പം ഭക്ഷണത്തിന് പോലും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു നാട്ടിലുള്ള ആളുകളോട് ഒരിക്കലും ഇത് പറയില്ല. നമ്മുടെ കേരളീയരായ ആളുകളുടെ ജീവിത നിലവാരം ഒരുപാട് ഉയർന്നതാണ്. അത് ടോട്ടൽ നമ്മുടെ രാജ്യത്തെ ശരാശരിയേക്കാളും മുകളിലാണ്. അപ്പൊ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി എന്നതിനേക്കാൾ അപ്പുറം നിലവിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി കൂടുതൽ ആരോഗ്യത്തോടു കൂടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷണങ്ങളില്ലെങ്കിലും 40 വയസ്സ് കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കലും മിനിമം ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് ഡോക്ടർമാരുടെ എല്ലാ സംഘടനകളും അതുപോലെയുള്ള അതോറിറ്റികളെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ അപ്പുറം
ഒരു ഡോക്ടർ ചെക്കപ്പ്, ഒരു ക്ലിനിക്കൽ ചെക്കപ്പ് ചെയ്യുക എന്നുള്ളതും നമ്മൾ ചെയ്യേണ്ടതാണ്. ഇപ്പം ജസ്റ്റ് ലാബിൽ പോയി അവിടെയുള്ള പാക്കേജുകൾ എടുത്ത് ചെക്ക് ചെയ്ത് അതിങ്ങനെ പിന്നെ മടക്കി സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതിൽ നിന്ന് മാറി ഇത് ഡോക്ടറെ കാണിച്ച് ഒപ്പീനിയൻ എടുക്കണം. അതുപോലെ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം, ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും ചെയ്യണം. നമ്മുടെ നാട്ടിലെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവും നമ്മുടെ പരിഗണനകളൊക്കെ വർദ്ധിച്ച സാഹചര്യത്തിൽ ചില ആളുകൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവായി പറയും, ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, പണ്ടൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, പണ്ട് 100 വയസ്സ് കഴിഞ്ഞ ആളുകൾ ജീവിച്ചില്ലായിരുന്നു, അന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു, അന്ന് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, അന്ന് ആന്റിബയോട്ടിക് ഉണ്ടായിരുന്നു ഒക്കെ ചോദിക്കാറുണ്ട്. ആ കാലത്ത് നിന്നും നമ്മുടെ എക്സ്പെക്ടേഷൻ കൂടി, നമ്മുടെ ഭക്ഷണം മാറി, നമ്മുടെ ജീവിതത്തിന്റെ സ്പീഡ് മാറി. അന്ന് ജീവിച്ച സ്പീഡിലല്ല ഇപ്പം ജീവിക്കുന്നത്. ഭയങ്കര ഫാസ്റ്റാ, ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. അടുത്ത നേരത്തെ ഭക്ഷണത്തിന് എന്ത് എന്ന് ചിന്തിച്ച് ആശങ്കപ്പെട്ടിരുന്ന കാലത്ത് നിന്നും അതൊന്നും നമ്മുടെ പരിഗണനയേ അല്ല. ഏത് സമയത്തും എപ്പോഴും നമുക്ക് ഭക്ഷണം കിട്ടും. നമ്മുടെ ഇപ്പോഴത്തെ ടെൻഷനും സ്ട്രെസ്സും ചിന്തകളൊക്കെ വേറെയാണ്. നമ്മുടെ ആഹാരം മൊത്തത്തിൽ മാറി. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇന്നത്തെ മനുഷ്യന്റെ ശരീരവും മനസ്സും ചിന്തകളും എല്ലാം. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് അനുസരിച്ച് ചിന്തിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഒരു അസുഖവും ഒന്നുമില്ലെങ്കിലും 40 കഴിഞ്ഞാൽ എന്നാണ് മിനിമം ആണ് അതൊക്കെ. 40 കഴിഞ്ഞാൽ ഒരു വർഷത്തിലൊരിക്കലെങ്കിലും ചെക്കപ്പുകൾ ചെയ്യണം. 40 വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് സമൂഹത്തോട് പറയാനുള്ളത്, അങ്ങനെ സിഗ്നൽ തരാൻ കാത്തിരിക്കേണ്ടതില്ല. അതിനു മുമ്പ് തന്നെ നമ്മളെ ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്ത് നമ്മളെ കുറിച്ചൊരു ബോധം ഉണ്ടാക്കി വെക്കണം. നമുക്ക് എവിടെയാണ് പ്രശ്നം അത് ഫോക്കസ് ചെയ്യുക. അതാണ് നമ്മൾ പരിഹരിക്കേണ്ടത്. ലോകത്തുള്ള എല്ലാ ആളുകളുടെയും പ്രശ്നങ്ങൾ ജനറലായി പറയുന്നത് കേട്ടിട്ട് നമ്മൾ മാറേണ്ടതില്ല. ഓൾറെഡി നമ്മൾ കഴിക്കുന്ന കാർബ് ചിലപ്പോൾ വളരെ കുറവായിരിക്കും. പിന്നെ നമ്മൾ അത് റൈസ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ജോലിക്കും നമ്മുടെ ശരീര അധ്വാനത്തിനും അനുസരിച്ചുള്ള ചോറേ നമ്മൾ കഴിക്കുന്നുള്ളൂ എങ്കിൽ നമ്മൾ ബിരിയാണിയും പൊറോട്ടയും നിലവിൽ കുറയ്ക്കേണ്ടതില്ല. അതേ സ്ഥാനത്ത് നമ്മളിത് ഹെവി ആണെങ്കിൽ നമ്മൾ കുറക്കണം. അത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഒരു ഭക്ഷണവും മോശമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പൊറോട്ടയും കപ്പയും മീനും മാംസവും ചോറും കഞ്ഞിയും ബിരിയാണിയും മന്തിയും എല്ലാം നല്ല ഭക്ഷണങ്ങൾ തന്നെയാണ്. ഒരു ന്യൂട്രീഷൻ വാല്യൂം ഇല്ലാത്ത ചില പ്രത്യേക വസ്തുക്കളെ കുറിച്ചാണ് നമ്മൾ ജങ്ക് ഫുഡ് എന്ന് പറയും. ഉദാഹരണം, ഒരു കുപ്പിയിൽ വെള്ളം, അതിന് നിറം, അതിന് മണം, അതിന് രുചി, ഇതൊക്കെ നൽകാനുള്ള ഏജന്റുകൾ. മണം കിട്ടാനുള്ള ഏജന്റ്, രുചി കിട്ടാനുള്ള ഏജന്റ്, അതുപോലെ അതിനൊരു സ്റ്റിക്കർ ഒട്ടിക്കുന്നു, അതിനൊരു പേര് നൽകുന്നു, അത് നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ട് അതിലൂടെ ബിസിനസ് ഉണ്ടാക്കുന്ന അത്തരം വസ്തുക്കളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നമുക്ക് ശരീരത്തിന് പോഷകം നൽകുന്ന എന്ത് ഭക്ഷണവും നല്ല ഭക്ഷണങ്ങളാണ്. അത് ഓരോരുത്തർക്ക് അനുസരിച്ചാണ് ഒഴിവാക്കേണ്ടതും കുറക്കേണ്ടതൊക്കെ ആവശ്യമുണ്ട്. ഡോക്ടർ, ഈ നല്ല ആരോഗ്യം, നല്ല ഭക്ഷണം എന്നൊക്കെ ഈ ഒരു കാലത്ത് പറയുന്നതിന്റെ ഒരു പ്രാധാന്യം എന്താണ്? ആധുനിക ജീവിതശൈലി ആരോഗ്യകരമാവണമെങ്കിൽ ആധുനിക ആരോഗ്യ ഭക്ഷണങ്ങൾ തന്നെ കഴിക്കണം. നമ്മള് കഞ്ഞിയും ചമ്മന്തിയും കപ്പയും പുഴുക്കും എന്നൊക്കെ മാറി ഇന്നത്തെ ഭക്ഷണങ്ങളായ ഷവർമയും ബർഗറും സാൻഡ്വിച്ചും ഫ്രൈഡ് റൈസും എല്ലാം ആരോഗ്യകരമായ രീതിയിലേക്ക് മാറ്റണം. ഇതൊക്കെ നല്ല കൺസെപ്റ്റുകളാണ്. ഷവർമ ഈസിയാണ്, ഒന്ന് അൺറോൾ ചെയ്ത് കഴിഞ്ഞാല്, അൺറാപ്പ് ചെയ്ത് കഴിഞ്ഞാല് നമുക്കത് പിന്നെ ഈസി ആയിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റും. അതിലെ എല്ലാ ഘടകങ്ങളും ഉണ്ട്. പ്രോട്ടീൻ ഉണ്ട്, കാർബൺ ഉണ്ട്, അതിൽ ഹെൽത്തി ഫാറ്റ് ഉണ്ടാവും. പക്ഷെ അവിടെ മിസ്റ്റേക്ക് പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ഇതിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള നോൺ വെജ് പ്രോട്ടീൻ ആയിരിക്കണം, അതിലുള്ള ഗ്രീൻ വെജിറ്റബിൾസ് ക്ലീൻ ആയിരിക്കണം, അതിൽ മറ്റുള്ള ഹാംഫുൾ കെമിക്കൽസ് ഒന്നും ഉണ്ടാവരുത്, വാഷ് ചെയ്തതായിരിക്കണം. അതിൽ ഉപയോഗിക്കുന്ന മയണൈസ് അതുപോലെ വേവിച്ച മുട്ടയും ഗാർലിക്കും ചെറുനാരങ്ങ നീരൊക്കെ ചേർത്തുണ്ടാക്കിയതായിരിക്കണം. ഇതിനു പകരം ഒരു പക്ഷെ ഇതിൽ ചില പൗഡറും ചില ക്രീമൊക്കെ ചേർത്തുകൊണ്ട് വേണമെങ്കിൽ മയണൈസ് ഉണ്ടാക്കാം. കെച്ചപ്പ് യൂസ് ചെയ്യുന്നത് ടൊമാറ്റോയും ബീട്രൂട്ട് കളറും കാശ്മീരി ചില്ലിയും തേനൊക്കെ ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്നത് ആരോഗ്യകരമാണ്, നമുക്ക് നല്ലതാണ്. ഇതേ സ്ഥാനത്ത് വെറും ഫുഡ് കളറും ചില ജെൽ വിഭവങ്ങളും ജെലാറ്റിനൊക്കെ മാത്രം ചേർത്തുകൊണ്ട് വേണമെങ്കിൽ കോൺ സിറപ്പ് ഒക്കെ ചേർത്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. അത് ആരോഗ്യകരമായിരിക്കില്ല. അപ്പൊ ഏതാണോ കഴിക്കുന്ന ഭക്ഷണം, ആധുനിക ഭക്ഷണങ്ങൾ, ആളുകൾക്ക് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ, വിശപ്പ് മാറുന്ന ഭക്ഷണങ്ങൾ, പോഷകങ്ങൾ കിട്ടുന്ന ഭക്ഷണങ്ങൾ, ആരോഗ്യകരമായ പാചകം പഠിക്കുകയും സുരക്ഷിതമായ രീതിയിൽ കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും ആരോഗ്യത്തിന് വേണ്ടത്. നമ്മൾ ഈ ചില ആളുകൾ പറയും മണ്ണിന്റെ പാത്രത്തിൽ കഴിച്ചാൽ നല്ലതാണ്, ചിലർ പറയും ചിരട്ട കൊണ്ട് കയ്യിലുണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ്, ചിലർ പറയും കഞ്ഞിയാണ് നല്ലത്. എൻ്റെ മുത്തശ്ശൻ കഞ്ഞിയായിരുന്നു, 100 വയസ്സ് വരെ ജീവിച്ചു. അപ്പൊ കഞ്ഞി കഴിച്ചതല്ല അദ്ദേഹം 100 വയസ്സ് വരെ ജീവിച്ചതിന്റെ കാരണം. ഇന്ന് നമ്മുടെ വായുവും വെള്ളവും ഭക്ഷണവും എല്ലാം മലിനമാണ്.
ഒരുപാട് ടോക്സിൻസ് നമ്മുടെ ശ്വാസത്തിലൂടെ, കുടിക്കുന്ന വെള്ളത്തിലൂടെ ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. വളരെ സ്പീഡ് കൂടിയ ജീവിതമാണ് ഇപ്പം. അപ്പൊ നമ്മളെ സ്ട്രെസ് ഹോർമോണുകള്, നമ്മളെ പല വിഷയത്തിലും നമ്മൾ ഇടപെടുന്നത്, നമ്മളെ സ്ക്രീനിന്റെ യൂസേജ്, നമ്മൾ ഉറക്കൊഴിവാക്കിയിരിക്കുന്നത്, ലേറ്റ് നൈറ്റ് ജീവിതം, ഇതെല്ലാം നമുക്ക് തരുന്ന സ്ട്രെസ്സും മറ്റുള്ള ചേഞ്ചസും എല്ലാം ഉണ്ടാക്കുന്ന ടോക്സിൻസ്. ഇതൊക്കെ പണ്ടത്തെ കാലവുമായി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ ആധുനിക ഭക്ഷണങ്ങൾ ആരോഗ്യകരമാക്കുക, സുരക്ഷിതമാക്കുക, ഇത് തന്നെയാണ് ഏറ്റവും വലിയ ആരോഗ്യകരമായി ജീവിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. ഭക്ഷണത്തെ നന്നാക്കുക. ഫുഡ് ഈസ് ദി ബെസ്റ്റ് മെഡിസിൻ എന്നുള്ളതാണ് നമ്മുടെ ടാഗ്ലൈൻ. അതുതന്നെയാണ്. എന്തായാലും ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ആരോഗ്യകരമായ ജീവിതം അതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നത്. നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കോഴിക്കോട് ടൈഗ്രിസ് വാലി ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടന്റ് യുനാനി മെഡിസിൻ ഡോക്ടർ OK.M. അബ്ദുറഹ്മാനാണ് നമ്മളോട് ഇത്രയും നേരം നമ്മുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി തന്നത്. ഡോക്ടർ വളരെ നന്ദി പരിപാടിയിൽ പങ്കെടുത്തതിന്. താങ്ക് യു. ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.